ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എന്തായാലും ഞാനൊരു മെമ്മറി ഷെയർ ചെയ്യുകയാണ്. എൻ്റെ ഒരു സ്വീറ്റ് ഫർഗട്ടബിൾ മെമ്മറി ആയിരുന്നു. മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അത് നക്ഷത്രത്തിൻ്റെ അന്ന് എന്തായാലും ഞാൻ എല്ലാ വർഷവും നക്ഷത്രത്തിൻ്റെ അന്ന് സദ്യയാണ് ഒരുക്കാറ്. പിന്നെ അവൾക്ക് അതിഷ്ടമാണ്. അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴിയിപ്പിക്കും. പിന്നെ സദ്യ എനിക്ക് പറ്റുന്നത് പോലെ അവിയൽ, തോരൻ, കിച്ചടി, 3 അച്ചാർ, എനിക്ക് പറ്റുന്നത് പോലെ പരിപ്പ്, സാമ്പാർ, രസം, മോര്, അങ്ങനത്തെ ഒരു സിമ്പിളായിട്ട് ഒരു സദ്യ എന്തായാലും ഒരുക്കും. അപ്പോൾ നക്ഷത്രത്തിൻ്റെ അന്ന് എന്തായാലും സദ്യ തന്നെ ആയിരിക്കും. പിന്നെ ഡേറ്റിൻ്റെ അന്നാണ് കേക്ക് കട്ടിങ് ഉണ്ടാവുക. സോ കേക്ക് കട്ടിങ് വന്നിട്ട് ഞാൻ എല്ലാ വർഷവും ഡേറ്റിൻ്റെ അന്ന് കേക്ക് കട്ടിങ്, നാളിൻ്റെ അന്ന് സദ്യ കൊടുക്കും. അമ്പലത്തിൽ കൊണ്ടുപോകും. പിന്നെ പുതിയ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അത് ഇടിയിപ്പിക്കും. ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തോ ഒരു ഫ്ലേവറിലുള്ള ഒരു കേക്ക് മേടിച്ചു കൊടുത്തു. ആൻഡ് അങ്ങനെ ആരെയും ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ വലിയ ഗ്രാൻഡ് അതൊന്നുമല്ല. പക്ഷെ അവളുടെ മുഖത്തുള്ള സന്തോഷം കാണാൻ വേണ്ടിയിട്ട് മാത്രം അത്യാവശ്യം കുറച്ചൊന്ന് ഡെക്കറേഷൻ ചെയ്തു. ജസ്റ്റ് ബലൂൺസ് മാത്രം അവിടെ ഇവിടെയും ഒന്ന് ഒട്ടിച്ചു. പിന്നെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ആ ഒരു നിരഞ്ജന എന്നെഴുതി എനിക്ക് ലൈക്ക് നമ്മുടെ കയ്യിലുണ്ടാവുന്ന കുറച്ച് ഡെക്കറേഷൻ ഐറ്റം വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. കേക്ക് മേടിച്ചു. അവളെ ഒന്ന് നന്നായിട്ട് ഒരുക്കി. കളർ റോസാപ്പൂവൊക്കെ അപ്പോഴും നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ റിയൽ റോസസ് ആണത്. അപ്പോൾ റോസൊക്കെ വെച്ച് അവൾക്കും ഒരു ഹാപ്പിനെസ്, അവളുടെ ആ ഒരു സന്തോഷം കാണാനാണ് അങ്ങനെ സിമ്പിളായിട്ട് വീട് ഡെക്കറേഷൻ ചെയ്തു. പിന്നെ ഫുഡും അതുപോലെ എനിക്ക് പറ്റുന്നത് പോലെ സിമ്പിളായിട്ട്, എനിക്ക് ഹോം മെയ്ഡാണ് കൂടുതലും എനിക്ക് ഉണ്ടാക്കണം എന്ന്. അതായത് ഒരു പ്രത്യേക ദിവസങ്ങളിലൊക്കെ എനിക്ക് പറ്റും പോലെ ഹോം മെയ്ഡ് തന്നെ ഉണ്ടാക്കണം എന്നുണ്ട്. സോ സദ്യ ഹോം മെയ്ഡ് തന്നെയായിരുന്നു. അതേപോലെ പിന്നെ ഈ ഒരു ബർത്ത്ഡേക്കും ഡേറ്റിൻ്റെ അന്നുള്ള കേക്ക് കട്ടിങ്ങും ഞങ്ങൾ പിന്നെ ഹോം മെയ്ഡ് തന്നെയായിരുന്നു ചെയ്തത്. അപ്പോൾ ഞാൻ ഐ വാസ് ലൈക്ക് വെരി ഹാപ്പി. ചെയർസിലൊന്നും ആരുമില്ല, ഫുൾ ടു ഫുൾ എംപ്റ്റി ആണ്. അങ്ങനെ ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. അവളെ സന്തോഷം കാണാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചെയ്തു. പിന്നെ ഇത് ഹോം മെയ്ഡായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഡിന്നർ ഉണ്ടാക്കിയത് മട്ടൻ ബിരിയാണിയാണ് ഞാൻ അന്ന് ഉണ്ടാക്കിയത്. അവൾക്കും ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് മട്ടൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് ബാസ്മതി റൈസ് വെച്ചിട്ട് ചെറുമണി ജീരകശാല റൈസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് വന്നു. നമുക്ക് ചില ദിവസം ഒത്തു വന്നു എന്ന് പറയില്ലേ, എരിയും സ്പൈസും ഒക്കെ. അപ്പോൾ അത് ആ ഒരു ദിവസമായിരുന്നു. എന്നിട്ട് സലാഡും കൂടെ ഉണ്ടാക്കി. അങ്ങനെ ഡിന്നറും കഴിഞ്ഞു. എന്നിട്ട് ഐസ്ക്രീം നമ്മൾ ബേക്കറിയിൽ നിന്ന് മേടിച്ചു. സോ ദാറ്റ് അവൾക്കൊരു ഡിന്നർ എന്തായാലും ഒരു ഹാപ്പിനെസ്സിന് അവൾക്ക് കൊടുത്തു. പിന്നെ എന്താണ്, ഒരു സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. എന്തായാലും ഒരു കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണിത്. പക്ഷേ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിരുന്നു. അപ്പോൾ എൻ്റെ ജസ്റ്റ് സ്ക്രോൾ ചെയ്തപ്പോഴത്തേക്കും കണ്ടോന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നു. എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമ്മൾ ചെറിയ സന്തോഷം ജസ്റ്റ് ഒന്ന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിൽ ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.